24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഏറിയ സമ്മേളനം വരെയുള്ള സമ്മേളനങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ജില്ലാ സമ്മേളനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 23-ാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ഈ കാലയളവ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാലയളവാണ് എന്നത് നമ്മുടെ എല്ലാം മനസ്സിലുള്ളതാണ്. പ്രശ്നങ്ങളിൽ ഏറ്റവും നമുക്കാർക്കും സാധാരണഗതിയിൽ താങ്ങാൻ കഴിയാത്ത രണ്ട് വിടവാങ്ങലുകൾ. ഒന്ന്, പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടേത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നെടുന്തൂണായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഈ രണ്ട് മഹാന്മാരായ നേതാക്കളുടെ വിയോഗം വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിച്ചൊരു കാലയളവാണിത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ഘട്ടത്തിലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം വിലപ്പെട്ടവരുടെ വിയോഗങ്ങൾ നികത്താനാണ് ശ്രമിച്ചു വന്നിട്ടുള്ളത്. ആ ശ്രമത്തിലാണ് നാമും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നമുക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കൃത്യമായ 3 വർഷ ഇടവേളയിൽ നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുന്നതാണ്. പക്ഷേ ജനാധിപത്യ പാർട്ടികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുറേ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവയിൽ ചില പാർട്ടികൾക്ക് ഈ രീതിയിലുള്ള ജനാധിപത്യപരമായ പ്രവർത്തനം നിലവിലില്ല. നമ്മൾ കൃത്യമായി ജനാധിപത്യ രീതി അംഗീകരിച്ച് സമ്മേളനങ്ങളിൽ വെച്ച് മേൽസമ്മേളനങ്ങളിലേക്കുള്ള പദ്ധതികളെയും കമ്മിറ്റിയെ തിരഞ്ഞെടുക്കേണ്ട സമ്മേളനം കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പൂർണ്ണ ജനാധിപത്യ രീതി അംഗീകരിച്ചാണ് പോകുന്നത്. ഇവിടെ പ്രചരണപരമായ നില നോക്കിയാൽ ഇത്രയും ജനാധിപത്യപരമായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന CPIM-നെ നമ്മുടെ രാജ്യത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ജനാധിപത്യ പാർട്ടിയായി വിശേഷിപ്പിക്കാറില്ല. അവര് ജനാധിപത്യ പാർട്ടിയായി വിശേഷിപ്പിക്കുന്ന പാർട്ടികളിൽ ചിലതിന് ജനാധിപത്യത്തിൻ്റെ അംശങ്ങളേ ഇല്ല എന്നുള്ളതും
കാണാൻ നമുക്ക് സാധിക്കും. ഇത് വലതുപക്ഷ മാധ്യമങ്ങളുടെ പൊതുവായൊരു രീതിയാണ്. പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേലകളുടെ ഒരു ഭാഗമാണ് ഇതുമെന്നത് കാണേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന കാലയളവ് പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയ കാലം മുതൽക്കുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തു വന്നപ്പോൾ അത് ലോകത്താകെയുള്ള തൊഴിലാളി വർഗത്തിനും അടിച്ചമർത്തപ്പെട്ട മറ്റു വിഭാഗങ്ങൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകിയത്. അധ്വാനിക്കുന്ന വിഭാഗങ്ങളെ മനുഷ്യരായി പരിഗണിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വരവിന് ശേഷമാണ് എന്നത് പറഞ്ഞാലൊട്ടും അതിശയോക്തി അതിലുണ്ടാവില്ല. അതേപോലെ തന്നെ സ്ത്രീ സമത്വത്തിൻ്റെ ആശയങ്ങൾക്ക് കരുത്ത് നൽകിയതും മാർക്സത്തിൻ്റെ വരവോടുകൂടിയാണ്. മൂന്നാം ലോക രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് വലിയ കരുത്താണ് അത് പകർന്നു നൽകിയത്. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ വിവരണാതീതമായതായിരുന്നു ആ ഘട്ടത്തിൽ. അവയെ പ്രതിരോധിക്കുന്ന സംവിധാനമായി ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്ക് രൂപം നൽകുന്നതിന് ഇടയാക്കിയതും ഇതുതന്നെയാണ്. നമ്മുടെ ലോകരംഗത്ത് സാമ്രാജ്യത്വം എല്ലാ ഘട്ടത്തിലും മൂന്നാം ലോക രാഷ്ട്രങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ മുൻപന്തിയിൽ നൽകുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്തായി പ്രവർത്തിച്ചിരുന്നത് സോവിയറ്റ് യൂണിയനായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. സോവിയറ്റ് യൂണിയൻ നിലവിലുള്ള ഘട്ടത്തിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ അമേരിക്കയുടെ 6ാം കപ്പൽപ്പട നമ്മുടെ സമുദ്രത്തിലേക്ക് കടന്നു വന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ്. അന്ന് ഇന്ത്യക്കെതിരെയായിരുന്നു അമേരിക്കയുടെ ആ നീക്കം. പക്ഷേ ആ നീക്കത്തിൽ നിന്ന് അമേരിക്കക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമെന്ന നിലക്ക് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഈജിപ്തിലും ഇതേ രീതിയിലുള്ള നിലപാട് ആ കാലത്ത് അമേരിക്ക സ്വീകരിച്ചിരുന്നു. അന്ന്
ആ പ്രശ്നത്തിലും ഫലപ്രദമായി ഇടപെട്ടത് സോവിയറ്റ് യൂണിയനായിരുന്നു. തങ്ങളെ നേരിട്ടുകൊണ്ട് മാത്രമേ പശ്ചിമേഷ്യക്ക് നേരെ ഇടപെടാൻ കഴിയൂ എന്നുള്ള സോവിയറ്റ് നിലപാടാണ് പശ്ചിമേഷ്യയെ സംരക്ഷിക്കുന്നതിനിടയാക്കിയത്. നമ്മുടെ ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് പാലസ്തീൻ വിഷയം. പാലസ്തീൻ ജനതയ്ക്ക് പ്രത്യേകമായ രാഷ്ട്രം വേണമെന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്നതും സോവിയറ്റ് യൂണിയനായിരുന്നു. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ലോക ചരിത്രത്തെ സംരക്ഷിച്ച, ലോകത്തിൻ്റെ സംരക്ഷണത്തിന് വലിയ തോതിൽ ജീവത്യാഗം ചെയ്തവരാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ ലോകത്തെ കീഴ്പ്പെടുത്താനായിരുന്നു ഹിറ്റ്ലർ മുന്നോട്ട് വന്നത്. ഹിറ്റ്ലറെയും നാസിസത്തെയും പരാജയപ്പെടുത്തിയത് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നത് ലോകം എല്ലാം മനസ്സിലാക്കിയ കാര്യമാണ്. അതുവഴി സംഭവിച്ചത് ലോകത്ത് നാസിസത്തെയും ഫാസിസത്തെയും തടഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും പല രാഷ്ട്രങ്ങളുടെയും സാമ്രാജ്യത്തിന് കീഴിലുള്ള രാഷ്ട്രങ്ങളുടെ മോചനത്തിന് ഇടയാക്കിയതും ഈ സംഭവവികാസങ്ങളായിരുന്നു. ചുരുക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ വരവ്, അതിൻ്റെ വികാസം ലോകജനതക്കാകെ, ലോകത്തിനാകെ ആശ്വാസമായും ഒരുതരം സംരക്ഷണ വലയം സൃഷ്ടിക്കുന്ന രീതിയിലുമാണ് ഉയർന്നു വന്നത് എന്നത് നാം പ്രത്യേകം കാണേണ്ടതാണ്. എന്നാൽ ലോകത്ത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയേറ്റു. സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെട്ടു. അതോടെ ലോകത്ത് ജനാധിപത്യത്തിൻ്റെ പുതിയൊരു ലോകം രൂപപ്പെടാൻ പോകുന്നുവെന്നാണ് അത്യാഹ്ലാദത്തോടെ വലതുപക്ഷ ശക്തികളാകെ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ഈ സംഭവവികാസം സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയേറ്റതും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യം വലിയ തോതിൽ ഉറപ്പിക്കുന്നതിനാണ് ഇടയാക്കിയത്. അമേരിക്കൻ സാമ്രാജ്യത്വം ലോക പോലീസായി മാറുന്ന നില സ്വീകരിച്ചു. അതിൻ്റെ ഫലം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യപരമായ ഭരണക്രമങ്ങളെ അട്ടിമറിക്കലായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി തങ്ങൾക്കിഷ്ടമില്ലാത്ത ഭരണക്രമത്തെ അട്ടിമറിക്കുന്ന നില അമേരിക്ക സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ മതനിരപേക്ഷ നിലപാട് മുന്നോട്ട് വച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പൊരുതുന്ന രാജ്യങ്ങളുണ്ട് ലോകത്ത്. അത്തരം രാജ്യങ്ങളെ
കഴിയാവുന്നത്ര ദുർബലപ്പെടുത്താൻ ആകാവുന്നതെല്ലാം ചെയ്യുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചത്. അതിനുവേണ്ടി വലിയ പ്രചാരവേല, തെറ്റായ വസ്തുനിഷ്ഠമായ വസ്തുതാവിരുദ്ധമായ പ്രചാരവേലകൾ ലോകത്താകെ അഴിച്ചുവിടുകയായിരുന്നു. ആ പ്രചാരവേലയുടെ ഭാഗമായി ഒരു പൊതുപ്രതീതി സൃഷ്ടിക്കുക, ആ പൊതുപ്രതീതിയുടെ ഭാഗമായി തങ്ങൾ അഴിച്ചുവിടുന്ന പ്രചാരവേലയിലൂടെ ആരെയാണോ, ഏത് രാഷ്ട്രത്തെയാണോ ലക്ഷ്യമിടുന്നത് അവർ ആക്രമിക്കപ്പെടേണ്ടതാണ് എന്നൊരു പൊതുബോധമുയർത്തുക. അതിലൂടെ ആ രാജ്യത്തെ ആക്രമിക്കുക. ഇതും ഈ ഘട്ടത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇറാഖിന്റെ തന്നെയാണ്. ഇറാഖിന്റെ കയ്യിൽ രാസായുധങ്ങളും മറ്റു തരത്തിലുള്ള മനുഷ്യരാശിയുടെ വംശനാശത്തിന് ഇടയാക്കാൻ പറ്റുന്ന ആയുധങ്ങളുമുണ്ട് എന്ന പ്രചരണമായിരുന്നു അമേരിക്ക അഴിച്ചുവിട്ടത്. ലോകത്തിന്റെ എല്ലാ കോണിലും ജീവിക്കുന്നവരിൽ ആ പ്രചരണം എത്തിയപ്പോൾ അടുത്ത നിമിഷം ഇറാഖിന്റെ ഈ ആയുധം എന്റെ തലയിലും എന്റെ പ്രദേശത്തും വന്നു വീഴുമോ എന്ന ആശങ്കയിലേക്ക് ആളുകൾ എത്തുകയായിരുന്നു. അതായിരുന്നു പ്രചരണ രീതി. പക്ഷേ ഇറാഖ് ആക്രമണത്തിന് ശേഷം അവിടുത്തെ ഭരണക്രമത്തെ അമേരിക്കൻ സാമ്രാജ്യത്വം അട്ടിമറിച്ചതിന് ശേഷം ലോകത്തിന് മനസ്സിലായി സാധാരണഗതിയിലുള്ള ഒരായുധവും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ദീർഘകാലം ഉപരോധത്തിൽ കഴിഞ്ഞ ആ രാഷ്ട്രത്തിന് നിത്യവൃത്തിക്ക് തന്നെ വകയുണ്ടായിരുന്നില്ല എന്നതാണ് അവസ്ഥ. എങ്ങനെ തെറ്റായ പ്രചാരവേലകൾ അഴിച്ചുവിടുന്നുവെന്നതിന്റെ ഉദാഹരണമായിരുന്നു അത്. മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ലിബിയയിലെ ഗദ്ദാഫിയെ അമേരിക്കൻ സാമ്രാജ്യത്വം കൊലപ്പെടുത്തിയതും നമ്മുടെയെല്ലാം ഓർമ്മയിലുള്ളതാണ്. മധ്യേഷ്യയിലെ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുകയും സാമ്രാജ്യ ശക്തികൾക്കെതിരായി പൊരുതുകയും ചെയ്ത സിറിയ, ആ സിറിയയിലെ ഗവൺമെന്റിനെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ തകർക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും നിരവധി ആക്രമണങ്ങൾ അവിടെ ഉണ്ടായതാണ് എന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ്. ഇറാൻ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനും കൈപ്പിടിയിലൊതുക്കാനുമുള്ള പദ്ധതികളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിരവധി രാഷ്ട്രങ്ങളിൽ ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വന്നിരുന്നു. ആ ഇടതുപക്ഷ സർക്കാരുകളെ തകർക്കാനുള്ള നടപടികളാണ് അമേരിക്ക സ്വീകരിച്ചു വന്നത്. ചിലയിടത്ത് തകർക്കാൻ കഴിഞ്ഞു, മറ്റു ചിലയിടങ്ങളിൽ തകർക്കുന്നതിനുള്ള നടപടികളുമായി ഇപ്പോഴും
അമേരിക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൊളീവിയയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അമേരിക്കൻ ഇടപെടലുകൾ രൂപപ്പെട്ടു വരികയാണ്. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വം ലാറ്റിൻ അമേരിക്കയിൽ പൊതുവെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ വളർച്ച ലോകരംഗത്ത് പുരോഗമനപരമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിവെച്ചതാണ്. ലോകത്ത് ജനാധിപത്യവും നീതിയും പുലർത്തുന്നതിന് നമ്മുടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഏറ്റവും പ്രധാനമാണ് എന്ന് ഇപ്പോഴത്തെ സംഭവഗതികളെല്ലാം ലോക അനുഭവത്തിലൂടെ തെളിയിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താൽപര്യം സമാധാനപരമായി രാഷ്ട്രങ്ങൾ നിലനിൽക്കുക എന്നുള്ളതല്ല, യുദ്ധത്തിലാണ് അവർക്ക് താൽപര്യം. കഴിയാവുന്നത്ര യുദ്ധം വളർത്തിയെടുക്കാനാണ് അവര് ശ്രമിക്കുന്നത്. കാരണം അവരുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് തന്നെ യുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുമായി ബന്ധപ്പെട്ട ഭീഷണി നിലനിർത്തുക, അതിന്റെ ഭാഗമായി ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ വലിയ തോതിൽ ഓരോ രാഷ്ട്രത്തിനും വേണ്ടതായിട്ട് വരിക, സ്വയരക്ഷയ്ക്ക്, ആക്രമണത്തിന് എല്ലാം ഈ ആയുധങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോ തഴച്ചു വളരുന്നത് അമേരിക്കയിലെ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യാവസായിക മേഖലയാണ്. ഇത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ 2023 $91,600 കോടി സൈനികാവശ്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക നീക്കിവെച്ചത്. ലോകത്തെ മൊത്തം സൈനിക ചെലവിന്റെ 40% ഇത് എന്നത് ഓർക്കേണ്ടതാണ്. യുദ്ധത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമ്പദ്ഘടനയാണ് അമേരിക്കൻ ആവശ്യം. അപ്പോ യുദ്ധം അമേരിക്കൻ സമ്പദ്ഘടനയുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാത്തതാണ്. യുദ്ധ ഭീഷണി, യുദ്ധം തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ സമ്പദ്ഘടന തഴച്ചു വളരുന്നതിന് ഇടയാക്കുമെന്ന് കാണുകയാണ്. ഇപ്പോൾ ലോകത്ത് പലയിടങ്ങളിലായി നടക്കുന്ന ഇത്തരം യുദ്ധങ്ങളുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ കാണാൻ നമുക്ക് കഴിയും. ആ രാഷ്ട്രത്തിന്റെ സാമ്രാജ്യത്വ മോഹം, അതിന്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. അതിലെ ഏറ്റവും കൂടുതൽ ദീർഘകാലമായി ദുരിതമനുഭവിക്കുന്നവരാണ് പാലസ്തീൻ ജനത. ഐക്യരാഷ്ട്രസഭ പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകാൻ തയ്യാറാവുകയും അതിനനുസൃതമായ നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ അതിനെ അനുവദിക്കാത്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നത് നമുക്കറിയാം. അവർക്കുള്ള
വീറ്റോ പവർ ഉപയോഗിച്ച് അത്തരം നീക്കങ്ങളെ തടയുകയാണ്. പശ്ചിമേഷ്യയിൽ ചോരപ്പഴി ഒഴുകുന്നതും അമേരിക്കയുടെ ഈ നിലപാടിന്റെ ഭാഗമായി തന്നെയാണ്. ലെനിൻ സാമ്രാജ്യത്വത്തെ വിലയിരുത്തിയത് മുതലാളിത്തത്തിന്റെ ഉയർന്ന രൂപമായാണ്. അതുകൊണ്ടാണ് ലെനിനിസത്തെ മുതലാളിത്ത കാലത്തെ മാർക്സം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസം മാത്രമാണ്. അതുകൊണ്ട് മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം സമകാലീന ലോകത്തും ശക്തമായ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. അമേരിക്കയുടെ വിദേശ നയത്തിൽ ഇത് നല്ല രീതിയിൽ കാണാൻ കഴിയും. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയേറ്റു. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. വലിയ മാറ്റങ്ങൾ ലോകത്താകെ സംഭവിച്ചു. അതുകൊണ്ട് അമേരിക്ക തൃപ്തി അടയുന്നില്ല. അവശേഷിക്കുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ അവ അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ടാണ് കാണുന്നത്. അമേരിക്കയുടെ വിദേശ നയത്തിന്റെ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചൈനയെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് അമേരിക്ക ബോധപൂർവം സ്വീകരിക്കുന്ന നിലപാടാണ്. അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള സൈനിക സഖ്യങ്ങൾ രൂപപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിനായി ഇന്ത്യ, ജപ്പാൻ, ആസ്ട്രേലിയ, കൊറിയ, സൗത്ത് കൊറിയ ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള സൈനിക സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം ലോക രാഷ്ട്രങ്ങളെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവന്ന് ചൈനയ്ക്കെതിരെ വിപുലമായ നീക്കം നടത്താൻ അമേരിക്കൻ സാമ്രാജ്യത്വം നടപടികളെടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ ചെറിയൊരു രാഷ്ട്രമാണല്ലോ ക്യൂബ. അമേരിക്കയുടെ മൂക്കിന് താഴെ കിടക്കുകയാണ്. ആ സോഷ്യലിസ്റ്റ് ക്യൂബക്കെതിരെ ഉള്ള ഉപരോധം ദീർഘകാലമായി തുടരുകയാണ്. തുടരുന്നു എന്ന് മാത്രമല്ല, അത് ശക്തിപ്പെടുത്തുകയാണ്. ഏതെല്ലാം തരത്തിൽ ക്യൂബയെ, ഇന്നത്തെ അവസ്ഥയിൽ ഉള്ള ക്യൂബയെ ഇല്ലാതാക്കാൻ പറ്റും, അതിനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മേഖലയിലെ ചൈനയ്ക്കെതിരെയുള്ള വിപുലമായ സൈനിക സഖ്യം രൂപപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമവും ഇതിന്റെ ഭാഗമായി ഉള്ളതാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ടുള്ള സൈനിക കൂട്ടുകെട്ടുണ്ട്. ആ സൈനിക കൂട്ടുകെട്ട് ഇതിന്റെ ഭാഗമായുള്ളതാണ്. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കെതിരായി ഉയർന്നുവരുന്ന പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളുടെ കേന്ദ്രം പരിശോധിച്ചാൽ അതെല്ലാം കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് എന്നത് കാണാൻ സാധിക്കും. മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നടക്കുന്ന
വിവിധ തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പ്രത്യേകത ആ ചൂഷണങ്ങളെല്ലാം മറച്ചുവെക്കും. അത് പുറത്തു വരാൻ പാടില്ല എന്ന നിർബന്ധമുണ്ട്. അതേസമയം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള പ്രചരണം കഴിച്ചുവിടാൻ പറ്റുമോ അതൊക്കെ അഴിച്ചുവിടുകയും ചെയ്യും. ചൈന ലോകരാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതി നേരത്തെ പൊതുവിലുണ്ടായിരുന്നു. നല്ല വിമർശനവും ആ കാര്യത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഈ കാലത്ത് കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് കാണാൻ കഴിയുക. അതിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ ശ്രമിക്കുന്ന ചൈനയെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. സാർവദേശീയ തലത്തിൽ തങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെക്കുറിച്ച് ചൈന വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അന്താരാഷ്ട്ര തലത്തിൽ ബഹുമുഖവാദം എന്നൊരു കാഴ്ചപ്പാടാണ് ചൈന മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിലൊന്ന് ലോകക്രമത്തിൽ ജനാധിപത്യം ഉറപ്പാക്കലാണ്. രണ്ടാമത്തത് അധികാര രാഷ്ട്രീയം, ശീതയുദ്ധ മനോഭാവം, ആധിപത്യം, ഏറ്റുമുട്ടൽ ഇവയെല്ലാം എതിർക്കലാണ്. മൂന്നാമത്തത് ആഗോള സമാധാനത്തിന്റെ കാതൽ, അത് പരസ്പര ബഹുമാനവും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കലുമാണ്. ഇതാണ് ചൈന അന്താരാഷ്ട്ര തലത്തിൽ മുന്നോട്ട് വെക്കുന്ന ബഹുമുഖവാദത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സന്ധി, ചരിത്രപരമായ സന്ധി എന്നാണ് പലരും അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ സന്ധിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനിടയാക്കിയത് ചൈനയുടെ ഇടപെടലാണ്. അതേപോലെ തന്നെ നേരത്തെ അറബ് ലീഗിലേക്ക് സിറിയയെ കൊണ്ടുവരാനുള്ള നീക്കവും ചൈന നടത്തിയിരുന്നു. സിറിയയുടെ സ്ഥിതി ഇപ്പൊ നമുക്കറിയാം. ഇവിടെ ലോകരംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചൈനയ്ക്കും റഷ്യക്കുമെതിരായി പലവിധ പദ്ധതികൾ അമേരിക്ക ആവിഷ്കരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം അവരും മനസ്സിലാക്കുന്നുണ്ട്, ചൈനയും റഷ്യയും മനസ്സിലാക്കുന്നുണ്ട്. രണ്ടിടത്തും രണ്ട് വ്യവസ്ഥയാണ്. പക്ഷേ രാഷ്ട്രങ്ങളെന്ന നിലക്ക് അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് രണ്ടു കൂട്ടർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. റഷ്യയുടെ കയറ്റുമതി, അതിൽ 1/3 ചൈനയിലേക്കാണ്. ഇപ്പോ റഷ്യയാണ് ചൈനക്ക് ഏറ്റവും അധികം എണ്ണ വിൽക്കുന്നത്. റഷ്യയും ചൈനയും പുറപ്പെടുവിച്ച സംയുക്ത സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രസ്താവനയുണ്ട്. രണ്ട് രാജ്യങ്ങളും അവരുടെ അതിർത്തികൾ വഴിയുള്ള എണ്ണയും പ്രകൃതിവാതവും ഇവയെല്ലാം അടക്കമുള്ള വാണിജ്യം ശക്തിപ്പെടുത്താൻ
തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം, സാധാരണ ഡോളറിലാണ് ഇത്തരം വാണിജ്യങ്ങൾ, വ്യാപാരങ്ങളൊക്കെ നടക്കാറുള്ളത്. ഡോളറിൽ നിന്ന് ഭിന്നമായി ചൈനീസ് യുവാനെ പോലുള്ള പ്രാദേശിക നാണയങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഡോളർ ആധിപത്യത്തിനെതിരെയുള്ള വ്യക്തമായ നിലപാടാണ് ഇതിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത്. സാമ്പത്തികമായി അമേരിക്കക്കെതിരെയുള്ള നാണയയുദ്ധത്തിന്റെ ഭാഗമായാണ് ഇത് കണക്കാക്കുന്നത്. ലോകത്ത് ഇത്തരത്തിലുള്ള പ്രത്യേകമായ ചില ഏറ്റുമുട്ടലുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ചില പൊതുവായ പ്രവണതകൾ നിലനിൽക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, വലതുപക്ഷ ശക്തികൾ വലിയ തോതിൽ പിടിമുറുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ആഗോളവൽക്കരണ നയങ്ങൾ ലോകത്തെമ്പാടും ജനങ്ങളെ കൂടുതൽ പ്രയാസത്തിലാക്കുകയാണ്. ജനജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള കാരണം, ഈ ജനജീവിതം പ്രതിസന്ധിയിലാക്കുന്നത് എന്തുകൊണ്ട് എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ മറ്റു തരത്തിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അത് കുടിയേറ്റക്കാരുടെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് മുതലാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തരാധുനിക ആശയങ്ങൾ, അതിൻ്റെ തുടർച്ചയായുള്ള സ്വത്വവാദം മുന്നോട്ട് വെച്ചുകൊണ്ടും ഇവർ പ്രവർത്തിക്കുന്നതായി കാണാൻ കഴിയും. ഈ ആശയത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വലതുപക്ഷ രാഷ്ട്രീയം ലോകത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം ആശയങ്ങളെ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് വിന്യസിച്ചെത്തിക്കാൻ അവർ നല്ലതുപോലെ ശ്രമിക്കുകയാണ് എന്നത് നാം കാണുന്നു. ഇതിൻ്റെയൊക്കെ ഫലമെന്താണ്? പലയിടങ്ങളിലും വലതുപക്ഷത്തിന് താൽക്കാലിക ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പലയിടത്തും വലതുപക്ഷം സ്ത്രീവിരുദ്ധ ആശയം, അതിൻ്റെയൊക്കെ വക്താക്കളായിട്ടുള്ളവർ അധികാരത്തിൽ നില കാണുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം അമേരിക്കയിലെ ട്രംപ് തന്നെയാണ്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് നേരത്തെ നാം കണ്ടു. ഇപ്പോൾ ബ്രിട്ടനിലും ഫ്രാൻസിലുമുള്ള നിലയെടുത്താൽ തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്താൻ വേണ്ടി വലിയ ശ്രമമാണ് നടത്തിയത്. പക്ഷെ അവര് അധികാരത്തിലെത്താതെ പോയത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം നിലനിൽക്കുന്നതിന്റെ ഭാഗമായാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ് ഈ അടുത്ത കാലത്ത് ശ്രീലങ്കയിലുണ്ടായത്. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം, അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി നേരത്തെ നാമടക്കം വിശദമായി പരിശോധിച്ച കാര്യമാണ്.
ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവിടെ സജീവമായി ഇടപെട്ടത്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെട്ടത് ഇടതുപക്ഷമായിരുന്നു. ആ ഇടതുപക്ഷത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തുടർന്ന് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് 2/3 ഭൂരിപക്ഷവും ലഭിക്കുന്ന നില വന്നിരിക്കുകയാണ്. ലോകത്തുള്ള ഹിന്ദുത്വ രാഷ്ട്രം അത് നേപ്പാളായിരുന്നു പണ്ട്. ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്ത്യയുടെ അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ കാണേണ്ടതില്ല, ചില പ്രത്യേകതകളുണ്ട്. ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യം ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണ്. ഇവിടങ്ങളിലെല്ലാം ഉള്ള പ്രത്യേകത എന്താണ്? ജനങ്ങളാകെ ഇതിന്റെ ഭാഗമായുള്ള പ്രത്യേകത അനുഭവിക്കുക. ഈ രാഷ്ട്രങ്ങളിൽ അതിദാരിദ്ര്യം പരിഹരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുക. അതോടൊപ്പം സോഷ്യലിസത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഉള്ള ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാഷ്ട്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകരംഗത്ത് ചൂഷണ സമ്പ്രദായങ്ങൾ ശക്തിപ്പെടുത്തുന്ന വിവിധങ്ങളായ പദ്ധതികളാണ് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ നടപ്പിലാക്കി വരുന്നത്. അതിനെതിരായി ലോകവ്യാപകമായി തന്നെ ശക്തമായ ജനവികാരം ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളെ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്നുണ്ട്. അത് വംശീയവും വർഗീയവുമായ വഴികളിലേക്ക് തിരിച്ചുവിടാനാണ് ശ്രമം നടക്കുന്നത്. വലതുപക്ഷ ശക്തികളുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ള ഘടകം ലോകത്തിലാകെ എടുത്ത് പരിശോധിച്ചാലും വിവിധ രാഷ്ട്രങ്ങളുടെ നിലയെടുത്ത് പരിശോധിച്ചാലും ഇതാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. ശരിയായ ബദലാശയങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ആ ബദലാശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്താൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയാത്ത സ്ഥലങ്ങളിലാണ് വലിയ തോതിലുള്ള കുറവുകൾ വലതുപക്ഷത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലയിലേക്ക് എത്തുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായ നയം അംഗീകരിച്ച് ആ ശരിയായ നയം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിന് ലോകരംഗത്തിപ്പോൾ തെളിവുകളുണ്ട്. അതിലേറ്റവും പ്രധാനം ശ്രീലങ്ക തന്നെയാണ്. പാർലമെന്റിൽ 3 സീറ്റ് മാത്രമാണ് അവർക്ക് അവിടെ ഇടതുപക്ഷത്തിന് നേരത്തെ ഉണ്ടായിരുന്നു. ആ ഇടതുപക്ഷം അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ പ്രസിഡന്റായി മാറാൻ പറ്റി. പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2/3 സീറ്റും നേടാനായി. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഇടപെടലിന് ഫലമുണ്ട് എന്നാണ് ഇത്
കാണിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തെ വികസിപ്പിക്കുന്നതിനും തീവ്ര വർഗീയ ശക്തികളെ പ്രതിരോധിക്കുന്നതിനും സഹായകമായി മാറുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയണം. അത്തരം പ്രവർത്തനങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് അധികാരത്തിൽ എത്തുകയും ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യും എന്നെല്ലാമുള്ള പ്രചാരവേലകളായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറും ബിജെപിയും മുന്നോട്ട് വച്ചിരുന്നത്. അവർക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള 2/3 ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ആ ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കൃത്യമായി കാണേണ്ടത് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കി നീങ്ങിയവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയാണുണ്ടായത്. ഇപ്പോ മുന്നണി അടിസ്ഥാനത്തിൽ നമ്മുടെ കേന്ദ്രഭരണം നിലനിൽക്കുകയാണ്. അതുതന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ ഇടപെടുത്തി വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം. അതിന്റെ ഫലമായി ആന്ധ്രാപ്രദേശിലും ബീഹാറിലുമെല്ലാമുള്ള പാർട്ടികളെ തങ്ങളുടെ വരുതിയിൽ നിർത്തുന്നതിന് കഴിഞ്ഞു എന്നതും കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ NCPയെ പുലർത്തിയതിൽ കേന്ദ്ര ഏജൻസിയുടെ പങ്ക് നേരത്തെ മനസ്സിലാക്കിയതാണ്. മറ്റു പാർട്ടികളിലെ നേതാക്കളെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി തെറ്റായ കേസുകൾ ചാർജ് ചെയ്ത് ദുരുപദിഷ്ടമായ ഇടപെടലുകളിലൂടെ കാര്യങ്ങൾ മാറ്റിമറിക്കാനാണ് ബിജെപിയും സംഘപരിവാറും ശ്രമിച്ചത് എന്നത് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ ഓരോ സംസ്ഥാനത്തെയും ബിജെപി വിരുദ്ധ വോട്ടുകളെ കൂട്ടിയോജിപ്പിച്ചാൽ ബിജെപിയെ പരാജയപ്പെടുത്താനാകുമെന്ന കാഴ്ചപ്പാട് നാം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ 23ാം പാർട്ടി കോൺഗ്രസിൽ മുന്നോട്ട് വച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യാവേദിയുടെ രൂപീകരണം ഉണ്ടായത് ബിജെപിയെ പിന്നോട്ടടിപ്പിക്കാൻ ഇടയായത് നമ്മുടെ ഈ നിലപാടിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇന്ത്യാവേദിയിലെ പ്രതിപക്ഷ കക്ഷികൾ ബിജെപി വിരുദ്ധ വോട്ടുകളെ
കൂട്ടിയോജിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. ഇവിടെ രാജ്യത്ത് പ്രധാന പാർട്ടിയായി നിൽക്കുന്ന കോൺഗ്രസ് അവരുടെ യഥാർത്ഥ നില ഉൾക്കൊള്ളാതെ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയാണെന്ന് അവർ കണക്കാക്കുന്ന ചില മേഖലകളിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ യോജിപ്പിന് തയ്യാറാകാത്ത സ്ഥിതി ഉണ്ടായതും നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ ഉതകുന്ന രീതി കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവിടെയുള്ള സ്ഥിതിഗതികൾ തന്നെ മാറുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ നയം തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഹരിയാന, മഹാരാഷ്ട്ര ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഒരു കൂട്ടായ യോജിപ്പോടെ നേരിടേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. പക്ഷെ അത്തരമൊരു യോജിപ്പിനുള്ള നേതൃത്വം കോൺഗ്രസ് സ്വീകരിച്ചില്ല. ഫലം പിന്നോട്ട് പോയി എന്താണ്? യഥാർത്ഥത്തിൽ ആ സംസ്ഥാനങ്ങളിലെ പിന്നോട്ടു പോക്കിന്റെ പ്രധാന കാരണം കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാടാണ്. ഇടതുപക്ഷമെടുത്ത രാഷ്ട്രീയ നിലപാട് അത് ബിജെപിയുടെ മുന്നേറ്റത്തെ തടയുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. നമ്മുടെ രാജ്യത്ത് നടന്ന കർഷക സമരങ്ങൾ, തൊഴിലാളികളുടെ പോരാട്ടങ്ങൾ, ഇതൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊക്കേറിയ പ്രക്ഷോഭങ്ങളായി രൂപം കൊണ്ടു. അതിലെല്ലാം നേതൃത്വപരമായ പങ്ക് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്നത് അവിതർക്കിതമായ കാര്യമാണ്. ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പാർട്ടികളെ ക്ഷണിക്കുന്ന നിലപാട് വന്നല്ലോ. അതിൽ ആദ്യമേ തന്നെ ഉറച്ച നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. നമ്മുടെ CPIM-ന്റെ നിലപാട് അതാണ് ആദ്യം പുറത്തു വന്ന പരസ്യ നിലപാട്. അതേപോലെ ഇലക്ട്രൽ ബോണ്ട് അംഗീകരിക്കാതിരിക്കുക മാത്രമല്ല അതിനെതിരെ നിയമപോരാട്ടം അതും CPM-ആണ് നേതൃത്വം കൊടുത്തത്. ഇതിലെല്ലാം BJP വിരുദ്ധമായ രാഷ്ട്രീയം രൂപപ്പെടുന്നതിന് ഇടയാക്കിയ ഘടകങ്ങളാണ് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഇത്തരം നിലപാടുകൾ BJP-യുടെ മതാധിഷ്ഠിത രാഷ്ട്രം എന്ന സ്വപ്നം തകർക്കുന്നതിനിടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യലാണ് തങ്ങളുടെ പ്രധാന അജണ്ട എന്ന് ബി.ജെ.പി. പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായത്. നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കീഴടക്കിയ കാലം, അതിനെതിരായി നടന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നടന്ന സമരം, ഇതില് ആ സമരങ്ങളിൽ ദേശീയ തലത്തിൽ എല്ലാ വിഭാഗവും അണിനിരന്നു. നിരവധി ആശയങ്ങൾ, അതിന്റെ ഒരു സമാഹാരമായ നിലപാടിലാണ് ദേശീയ പ്രസ്ഥാനം എത്തിച്ചേർന്നത്. എല്ലാ ധാരകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. നാം കാണേണ്ടത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളാകെ സ്വാംശീകരിച്ചതാണ് നമ്മുടെ ഭരണഘടന. അതായത് ഭരണഘടന എന്നത് പെട്ടെന്ന് രൂപം കൊടുത്തിയൊന്നല്ല. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ ഒരുപാട് മൂല്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അവയെല്ലാം കോർത്തിണക്കുന്ന ഒന്നായാണ് ഭരണഘടന മാറിയത്. സ്വാതന്ത്ര്യ പ്രസ്ഥാനം പ്രധാനമായും മുന്നോട്ട് വച്ചത് മതനിരപേക്ഷത, സാമൂഹ്യനീതി, സമത്വം, ഫെഡറലിസം, ഇത്തരം കാഴ്ചപ്പാടുകളെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമായി തീർന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ആശയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് രൂപം കൊണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാതിരുന്ന മതരാഷ്ട്രവാദികൾക്ക്, സംഘപരിവാറുകാർക്ക് ഇത്തരം ആശയങ്ങൾ അംഗീകരിക്കാനാവില്ല. ആ ആശയങ്ങളോട് അവർക്ക് യോജിപ്പുമില്ല. ഇതില് നാം കാണേണ്ടത് സംഘപരിവാർ മാത്രമല്ല, മതാധിഷ്ഠിത രാഷ്ട്രമെന്ന വാദമുയർത്തിയിരുന്നു. അതേ കാഴ്ചപ്പാടായിരുന്നു അക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമിക്കും ഉണ്ടായിരുന്നു. ഈ രണ്ടു കൂട്ടർക്കും മതാധിഷ്ഠിത രാഷ്ട്രമെന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ അംഗീകരിക്കാതെ നിലപാട് സ്വീകരിക്കുന്നത്. അതിന്റെ ഫലം ഭരണഘടന തന്നെ അംഗീകരിക്കാനാവുന്നില്ല എന്ന്. ഭരണഘടന രൂപം കൊണ്ട് 4-ാമത്തെ ദിവസം RSSന്റെ എതിരഭിപ്രായം പുറത്തു വന്നിരുന്നു. അവരുടെ ഓർഗനൈസറിലൂടെ തന്നെ ഭരണഘടനയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് കാരണം മനുസ്മൃതി ഉൾക്കൊള്ളാത്ത ഭരണഘടന എന്താണ്? അവർക്ക് വേണ്ടിയിരുന്നത് ഈ ഭരണഘടനയല്ല, മനുസ്മൃതിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായി ഇടപെടുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന നിലപാടുകൾ മതനിരപേക്ഷത, സമത്വം, ഫെഡറലിസം, ഇതെല്ലാം ഭേദഗതി ചെയ്യാൻ പാടില്ലെന്ന് സുപ്രീം കോടതിയുടെ 13-അംഗ ഭരണഘടനാ ബെഞ്ച് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതാണ് കേശവാനന്ദ ഭാരതി കേസ്. ആ കേസിൽ വ്യക്തതയാർന്ന നിലപാടാണ്
സുപ്രീം കോടതി സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ കാഴ്ചപ്പാടിന് തടസ്സമായി നിൽക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. അതുകൊണ്ടാണ് ഈ വിധി അട്ടിമറിച്ചാൽ മാത്രമേ ഭരണഘടനയെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിധിയെ അട്ടിമറിക്കുന്നതിന് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ജുഡീഷ്യറിയിലാകാവുന്ന രീതിയിലൊക്കെ കൈകടത്താൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഘപരിവാറിന്റെ നിലപാട് ബോധപൂർവമുള്ളതാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോ കോടതിയുടെ വിവിധ രംഗങ്ങളിലുള്ള ഇടപെടലുകൾ, ജഡ്ജിമാരുടെ നിയമനം, അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ഈ തരത്തിലേക്ക് തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നേടിയെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ സംഘപരിവാർ നടത്തുന്നതായിട്ടാണ് കാണാൻ നമുക്ക് കഴിയുക. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാന അടിസ്ഥാനം ഭരണഘടന തന്നെയാണ്. അതില് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം, നിലനിൽപ്പ്, ഫെഡറൽ സംവിധാനത്തെ സംബന്ധിച്ച ഭരണഘടനയുടെ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് എന്ന് നാം കാണണം. ഈ ഇനങ്ങളാകെ തകർക്കുക, സംസ്ഥാനങ്ങളുടെ പൊതുവായ നിലനിൽപ്പ്, ഫെഡറൽ സംവിധാനം, അതിനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യവുമായി ബിജെപി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഉദ്ദേശം സംസ്ഥാന സർക്കാരിനെ ദുർബലപ്പെടുത്തലാണ്, സംസ്ഥാന സർക്കാരുകളെ. ഇപ്പോൾ രാജ്യത്തെ ഒറ്റ കമ്പോളമാക്കി മാറ്റാനാവും. അതാണ് ബിജെപിയുടെ ലക്ഷ്യം. കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നത് അത്തരമൊരു രാജ്യമാണ്. അതിനനുസരിച്ചുള്ള സമ്പ്രദായങ്ങളെ മുന്നോട്ട് വെക്കാനാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം അതിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലേക്ക് മാറ്റുക, അതിനാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നാം തിരിച്ചറിയണം. അപ്പോ അതിനെതിരെയുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഫെഡറൽ സംവിധാനം ദുർബലപ്പെടുത്തുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരമാണ് ഇല്ലാതാക്കുക. സംതൃപ്തമായ സംസ്ഥാനവും കേന്ദ്രീകൃതമായ കേന്ദ്രവും. ഇവിടെ സംതൃപ്തമായ സംസ്ഥാനത്തെ ഇല്ലാതാക്കാനാണ് നീക്കം. ഇത്തരമൊരു സമീപനം നമ്മുടെ രാജ്യത്തിന്റെ ഇന്നുള്ള നില നോക്കിയാൽ വ്യത്യസ്തമായ ഭാഷകൾ, വിവിധങ്ങളായ സംസ്കാരങ്ങൾ, അങ്ങനെയെല്ലാമുള്ള ഒരു രാജ്യത്തെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ യോജിപ്പിച്ചു നിർത്തുന്നതിന് ഇതെല്ലാം ഘടകമാണ്. അതാകെ അപകടത്തിലാക്കാനാണ് ഈ നീക്കങ്ങൾ ഉപകരിക്കുക എന്നത് നാം കാണണം. മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശത്തോടൊപ്പം തന്നെ മതനിരപേക്ഷതയുടെ പ്രത്യേകത ന്യൂനപക്ഷ
പരിരക്ഷ ഉറപ്പുവരുത്തുമെന്നുള്ളതാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ രണ്ടാംകട പൗരരാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വേട്ടകളുണ്ട്. അതെല്ലാം ഇതിന്റെ ഭാഗമായുള്ളതാണ്. ഒരു സംശയമില്ല, രാജ്യത്താകെ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷത്തിനെതിരെ വേട്ടയാടുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനിരയായത് മുസ്ലിം ന്യൂനപക്ഷമാണ്. പക്ഷേ മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല, അതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ആ ആക്രമണം ശക്തിപ്പെടുത്തുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, മണിപ്പൂരിലെ ഉദാഹരണം, നമ്മുടെ തൊട്ടുകിടക്കുന്ന കർണാടകയിൽ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ദളിത് വിഭാഗത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം രാജ്യത്ത് വ്യാപകമാവുകയാണ്. ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നായി ജീവിക്കേണ്ട ജനങ്ങളെ എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ ഭിന്നിപ്പിക്കാനാവും, ആ നടപടികളാണ് ഇപ്പോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായ ഐക്യനിര നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് അസന്തുലിതാവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുന്ന സാമ്പത്തിക നയമാണ്. അതിന്റെ ഫലമായി വലിയ തോതിലുള്ള അസന്തുലിതാവസ്ഥയാണ് കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 40% ജനസംഖ്യയുടെ 1% കയ്യിലാണുള്ളത്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ 40%-ലധികം 1% ആളുകൾ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇതിലൊരു കണക്ക് പറയുന്നത്, രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ 10 ഇന്ത്യക്കാർ, ആ 10 പേരെ എടുത്താൽ ആകെ സമ്പത്തിന്റെ 27,52,000 കോടി രൂപ 2022 ഇവരുടെ ആകെ സമ്പത്താണ്. 2021 ഇത് 32.8% വർധനവ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വലിയ തോതിലുള്ള വർധനവ് ഒരു വർഷം കൊണ്ട് സംഭവിക്കുകയാണ്. 32%-ലധികം വർധനവ് ഒരു വർഷം കൊണ്ട് സംഭവിക്കുന്നു. ജനസംഖ്യയുടെ ഏറ്റവും താഴെയുള്ള 50%, 50% എടുത്താലോ അവരുടെ കൈവശം വെറും 3% സമ്പത്ത് മാത്രമാണുള്ളത്. ഇതാണ് രാജ്യത്തിന്റെ പരിതാപകരമായ അവസ്ഥ. നമ്മുടെ രാജ്യത്തെ മൊത്തം ശതകോടീശ്വരന്മാരുടെ എണ്ണം 2021 102. അത് 22 168. അതിങ്ങനെ വർദ്ധിച്ചു പോവുകയാണ്. എന്നാൽ ദാരിദ്ര്യത്തിൽ 23 കോടി ജനങ്ങൾ പൂർണ്ണ ദാരിദ്ര്യത്തിലാണ്. ഇപ്പോൾ വലിയ തോതിലുള്ള
അസന്തുലിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ നില പരിഹരിക്കുന്നതിലല്ല കേന്ദ്ര സർക്കാരിന് താൽപര്യം. അതാണ് കഴിഞ്ഞ ബജറ്റ് തെളിയിക്കുന്നത്. വിദേശ കോർപ്പറേറ്റുകൾക്ക് 5% നികുതിയാണ് കുറച്ചു കൊടുത്തത്. രാജ്യത്തിലെ 60% പേർ ഉപജീവനം നടത്തുന്നതാണ് കാർഷിക വൃത്തി. താങ്ങുവില നൽകാൻ തയ്യാറായിട്ടില്ല. രാസവിള സബ്സിഡി 24,894 കോടി, അതായത് 25,000 കോടിയുടെ അടുത്ത് കുറക്കുകയാണുണ്ടായത്. ഭക്ഷ്യ സബ്സിഡിയിലും വെട്ടിക്കുറവ് വരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയിലും കുറവ് വരുത്തി. ഇപ്പൊ ജനദ്രോഹപരമായ നയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തുടരുകയാണ്. രാജ്യത്തിന്റെ ദരിദ്രാവസ്ഥ പ്രകടിപ്പിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ കണക്ക് വന്നപ്പോൾ നമ്മുടെ രാഷ്ട്രം ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ ചുരുക്കം രാഷ്ട്രങ്ങളേ ഉള്ളൂ. അതേസമയം നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങളുണ്ടല്ലോ, ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ളത്, ആ എല്ലാ രാഷ്ട്രങ്ങളും നമ്മളെക്കാളും മുന്നിലാണ്, വളരെ മുന്നിലാണ്. അപ്പൊ നമ്മുടെ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു, സമ്പന്നരെ കൂടുതൽ അതിസമ്പന്നരാക്കുന്നു. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ആവശ്യം ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം ജനങ്ങൾ സ്വീകരിക്കരുത്. ഇപ്പൊ ജനശ്രദ്ധ മറ്റു വഴിക്ക് തിരിച്ചുവിടണം. അതിനാണ് വർഗീയത ഇളക്കിവിടാനും അതിന്റെ ഭാഗമായുള്ള സംഘർഷങ്ങളും കലാപങ്ങളും സൃഷ്ടിച്ച് മറ്റൊന്നും ചിന്തിക്കാൻ ഇടനൽകാതെ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് മാറ്റി തീർക്കുക. ഇത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിന് ബിജെപിക്ക് ബദലാവാൻ പറ്റുമോ? ഒന്നാമതായി ബിജെപി മുന്നോട്ട് വെക്കുന്ന ആഗോളവൽക്കരണ നയമുണ്ട്. അത് ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന ഒന്നാണ്. ഈ നയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കോൺഗ്രസിനുണ്ടോ? ബിജെപിക്കും കോൺഗ്രസിനും ഒരേ സാമ്പത്തിക നയമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. രണ്ടാമത്, ബിജെപി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം, അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലല്ലോ. പലയിടങ്ങളിലും ബിജെപിയുടെ ബി ടീമാകുന്ന കോൺഗ്രസിനെയല്ലേ കാണുന്നത്. ഇപ്പോൾ മധ്യപ്രദേശില് ബിജെപിയും സംഘപരിവാറും ഗോവധ പ്രശ്നം ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. അപ്പൊ അവിടെ അവരെ പിന്തുണക്കുന്ന കോൺഗ്രസിനെയാണല്ലോ കണ്ടത്. ബാബറി മസ്ജിദ് തകർക്കാൻ നേതൃത്വം കൊടുത്തത് സംഘപരിവാർ തന്നെ. പക്ഷെ ആ തകർക്കുന്നതിന് അവസരമൊരുക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നില്ലേ? അപ്പോ വോട്ട് നേടുന്നതിനുള്ള ശ്രമം എവിടെ വരെ എത്തി? അവസാനം ബാബറി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവിടെ രാമപ്രതിഷ്ഠ വന്നപ്പോൾ ആ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നിടം വരെ കോൺഗ്രസ് എത്തിയില്ലേ? ഇതെല്ലാം കാണിക്കുന്നത് ഒരു ബി ടീമായി
പല പ്രശ്നങ്ങളിലും മാറുന്നുവെന്നാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? രാജ്യം ശ്രദ്ധിച്ച ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ ഈ കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിൽ സജീവ സാന്നിധ്യമാകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇലക്ട്രൽ ബോണ്ട് ആ അഴിമതി പുറത്തു വന്നപ്പോൾ ബിജെപിയെ പോലെ തന്നെ കോൺഗ്രസും അതിൽ പങ്കാളിയായതായല്ലേ നമ്മൾ കണ്ടത്. ഓരോ സംസ്ഥാനത്തും ബിജെപി വിരുദ്ധ വോട്ടുകൾ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോവുക എന്ന നയം പൊതുവെ അംഗീകരിച്ചപ്പോൾ കേവല അധികാരമോഹത്തിന്റെ പേരിൽ, സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ അത് നടപ്പാക്കാതെ നിന്നതും കോൺഗ്രസ് അല്ലേ? ബിജെപി അധികാരത്തിൽ വന്നതോടെ വർഗീയ നയങ്ങൾക്കും തങ്ങളുടെ കാഴ്ചപ്പാടുകളും നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണല്ലോ തുറന്നു വരുന്നത്. അതിന്റെ ഭാഗമായി ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളെ തകർക്കുന്നതിനുള്ള സമീപനങ്ങൾ മുന്നോട്ട് വെച്ചു പോവുകയാണ്. ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകളെ പ്രതിരോധിക്കാൻ ശരിയായ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറ വേണം. ആ അടിത്തറയോടുകൂടിയുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ വികസിപ്പിച്ചെടുക്കാനാവണം. അതിന്റെ ഭാഗമായി ജനങ്ങളെ അണിനിരത്താനും കഴിയണം. ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് രാജ്യത്ത് വ്യക്തമായ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ്. ആ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷം ശക്തിപ്പെടുക എന്നത് പൊതുവിൽ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് CPIM അതിന്റെ സ്വതന്ത്രമായ ശക്തി കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നത്. അപ്പോൾ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വർഗീയതക്കും ആഗോളവൽക്കരണ നയങ്ങൾക്കുമെല്ലാം എതിരായി ജനകീയ താൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതുകയാണ് രാജ്യത്തെ ഇടതുപക്ഷം. ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി നാം കാണേണ്ടത്. ഇതിന്റെ തുടർച്ചയായി കേരളത്തിലെ സംഭവഗതികളാണ് നാം പരിശോധിക്കാനുള്ളത്. വളരെ വിശദമായ പരിശോധനയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായതുകൊണ്ട് അല്പം അന്താരാഷ്ട്ര സ്ഥിതികളും ദേശീയ സ്ഥിതിഗതികളും ഒക്കെ പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ അതിന് പറഞ്ഞപ്പോൾ കുറച്ചധികം സമയമായി. ഇത് കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ സമയമാകും എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നാം പരിശോധിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പോരാട്ടവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോ നമ്മുടെ സമ്മേളനം നടക്കുന്നത് ആലപ്പുഴയുടെ മണ്ണിലാണ്. ആലപ്പുഴയിലെ ഐതിഹാസികമായ പോരാട്ടം പുന്നപ്ര-വേലാർ പോരാട്ടം. അതിലാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർന്നത്. എന്തായിരുന്നു അമേരിക്കൻ മോഡൽ? അമേരിക്കൻ മോഡലിൽ തെരഞ്ഞെടുപ്പുണ്ട്. അന്ന് പറഞ്ഞ SIR പറഞ്ഞ മോഡലിൽ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭയുണ്ട്. പക്ഷെ രാജഭരണം നിലനിൽക്കണം, ദിവാൻ ഭരണവും നിലനിൽക്കണം. ഇതായിരുന്നു. അതിനെതിരെ ഐതിഹാസികമായ
പുന്നപ്ര വയലാർ സമരസേനാനികളാണ് പോരാടിയത്. അതിന്റെ ചരിത്രം നമ്മുടെ നാടിന്റെ ഭാഗം മാത്രമല്ല, രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചരിത്രം നിലനിൽക്കുന്ന മണ്ണാണിത്. അപ്പൊ ഇന്നത്തെ കേരളമാക്കി ഈ കേരളത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലാണ് ഓരോ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുണ്ടായിട്ടുള്ളത്. ആകെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഇതില് അടിസ്ഥാന മേഖലയുടെ വികസനത്തിന് LDF സർക്കാരുകൾ വേണ്ടത്ര ഊന്നൽ നൽകുന്നില്ല എന്നൊരു വിമർശനം നേരത്തെ ചിലർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ വിമർശനമൊന്നും ഇപ്പോ ഉന്നയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. ഇവിടെ വികസന പ്രവർത്തനത്തെ എങ്ങനെയൊക്കെ തടയാം, ഏത് രീതിയിൽ ദുർബലപ്പെടുത്താം, അതാണ് ഇപ്പോ കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇപ്പോൾ വികസന വിരുദ്ധമായ ഇത്തരം നയങ്ങളെ നേരിട്ടുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ പുതിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടെ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ പ്രവർത്തിച്ചപ്പോൾ അത് 2021 തുടർ ഭരണത്തിന് ഇടയാക്കി. അത് ജനങ്ങൾ അംഗീകരിച്ചു. ആ അംഗീകാരത്തിന്റെ ഭാഗമായി തുടർ ഭരണം സാധ്യമായി. ഈ സാഹചര്യത്തിൽ തുടർഭരണം ഒരു ഭരണം തന്നെ സഹിക്കാൻ പറ്റാത്തവരാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ ശക്തികൾ. തുടർഭരണം എന്ന് വന്നപ്പോൾ പിന്നെ അവർക്കത് ഒട്ടും സഹിക്കുന്നില്ല. ഇപ്പൊ 2021 തൊട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാണ്. ഇപ്പോ ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം, ഇതാണ് നാം ആലോചിച്ചത്. ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നമ്മൾ ഒരു രേഖ അംഗീകരിക്കുകയുണ്ടായി, നവകേരള രേഖ. അത് ചർച്ച ചെയ്ത് പിന്നീട് LDFന്റെ നയപരിപാടിയായി അത് മാറുന്ന സ്ഥിതിയും വന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൃത്യമായ ഇടതുപക്ഷ ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ബദൽ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ അതിനനുവദിക്കാതെ എങ്ങനെ ദുർബലപ്പെടുത്താം, ഇതാണ് കേന്ദ്ര സർക്കാർ പരമാവധി നോക്കുന്നത്. അതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. നേരത്തെ കേന്ദ്രം അവഗണിക്കാറുണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് നികുതി ചുമത്താൻ അധികാരമുണ്ട്. അതിലൂടെ ചില പ്രതിസന്ധികളൊക്കെ മറികടക്കാനുള്ള വരുമാനം ഈ നികുതി ചുമത്തലിലൂടെ ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു. ഇപ്പോൾ നികുതി ഘടനയിലാകെ മാറ്റം വരുത്തി, GST ആയി. അപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഭവ സമാഹരണ സാധ്യതകൾ വളരെ വിരളമാക്കി. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് തുടർച്ച നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ന്യായമായ തോതിലുള്ള നികുതി വിഹിതം
സംസ്ഥാനത്തിന് ലഭിക്കണം എന്നീ ആവശ്യം നാം മുന്നോട്ട് വെച്ചത്. പക്ഷേ തികച്ചും രാഷ്ട്രീയ പക്ഷപാതിത്വം നിറഞ്ഞ നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഇത് പ്രകടമാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ BJPയെ അധികാരത്തിലെത്തിക്കുന്നതിന് സഹായിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജുണ്ട്. കേരളത്തിൽ ഉണ്ടായതെന്താ? 57,000-ഓളം കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കാത്ത സാഹചര്യമുണ്ടാക്കി. അതോടൊപ്പം തന്നെ കടമെടുപ്പിലും കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്ന 1,07,000 കോടി രൂപ തടഞ്ഞുവെക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ മൊത്തമായി എടുത്താൽ 1,70,000-ഓളം കോടി രൂപയുടെ കുറവാണ് നമ്മുടെ ഈ കേരളത്തിനുണ്ടായത്. വരുമാന തകർച്ച ഇത്തരത്തിൽ സംസ്ഥാനത്തിൽ സംഭവിക്കുമ്പോൾ നവകേരള രേഖയിലൂടെ നാം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ അതേ രീതിയിൽ നടപ്പാക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. അപ്പോൾ ആ പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പദ്ഘടനയെ കൂടുതൽ ശക്തമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം തന്നെ നാം ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലെയും ഉൽപാദനവും ഉൽപാദനക്ഷമതയും വൻതോതിൽ വർദ്ധിപ്പിക്കുക, നീതിയുക്തമായി വിതരണം ചെയ്യുക, ഇതാണ് ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം. വരുമാനം ജനങ്ങളിൽ നീതിയുക്തമായി വിതരണം ചെയ്യപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യങ്ങളെടുത്താലും നമ്മുടെ രാജ്യത്തിലെ തന്നെ സംസ്ഥാനങ്ങളെടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോ കേരളത്തിന്റെ അവസ്ഥ ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് ഉപമിക്കാറുണ്ടല്ലോ ചില ഘട്ടങ്ങളിൽ. നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളെടുത്താൽ അവിടെ ജീവിത നിലവാരം വളരെ താഴെയാണല്ലോ. നമ്മൾ വളരെ മെച്ചപ്പെട്ടതാണെന്നല്ല, പക്ഷെ നമ്മുടെ ജീവിത നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പുറകിലാണ് മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള അവസ്ഥ. എന്താണ് കാരണം? ഇവിടെ ആ തൊഴിലിന് കൃത്യമായ വരുമാനം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലിലൂടെ വരുമാനം ലഭിക്കുന്ന ഒരു സംസ്ഥാനം. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തിനകത്തേക്ക് ധാരാളം അതിഥി തൊഴിലാളികൾ വരികയല്ലേ. എങ്ങനെയാണ് അവർ വരുന്നത്? അവിടുത്തെ ജീവിത സാഹചര്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തുകയാണ്. ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഒരു സംസ്ഥാനത്ത് പോയ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. അദ്ദേഹം അവിടെ ചെന്നപ്പോ അദ്ദേഹത്തെ നേരിട്ട് പറയാണ്, ഇന്നയാളാണിത്, സ്ഥാനവും പറയുന്നുണ്ട്, ഇന്നേ സ്ഥാനത്തിരിക്കുന്നയാളാണ്, കേരളത്തിലെ ഇന്നേ സ്ഥാനത്തിരിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ
അത് ഞങ്ങൾ അവിടെയാണ്. നിങ്ങൾ എത്ര പേര് ഇവിടുന്നുണ്ട്? ഒരു ചെറിയ ഗ്രാമമാണ്. ഞങ്ങൾ 300-ലധികം ആള് അവിടെയുണ്ട്, ഇദ്ദേഹം ജോലി ചെയ്ത് എടുക്കുന്ന സ്ഥലത്ത്. അപ്പൊ അവിടുത്തെ ജീവിത സാഹചര്യം നോക്കുമ്പോഴോ വല്ലാത്ത പുറകിലാണ്. ഇതാണ് അവസ്ഥ. ആസാമിൽ നിന്ന് ഒരാൾ പറഞ്ഞ അനുഭവം കേട്ടു ഇതിനിടയ്ക്ക്. ആസാമിൽ ഒരു കാര്യത്തിന് പോയാണ്. അവിടുന്ന് ബസ്സിലാണ് പോലും ആളെ ഒരാൾ കൊണ്ടുവരുന്നത്. ബസ് പിടിച്ച് അങ്ങന്ന് ഇങ്ങോട്ട് വരികയാണ് ഇവിടത്തേക്ക് നേരെ. അങ്ങനെയുള്ള നിലയടക്കമുണ്ട് എന്നാണ് പറയുന്നത്. ജീവിത സാഹചര്യം വളരെ പിറകിലാണ്. ഇത്തരമൊരു അവസ്ഥ എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്? പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലാളിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, സേവന വ്യവസ്ഥകൾ, അതെല്ലാം ദയാപൂർവം ആരും കൊടുത്തതല്ലാരും. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ, അതിന്റെ ഭാഗമായുള്ള തൊഴിലാളി സംഘടനകൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ, മറ്റ് സംഘടനകൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ, അതിന്റെ എല്ലാം ഭാഗമായിട്ടാണല്ലോ മാറ്റം വന്നത്. ആ കാര്യങ്ങളിലാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ജനജീവിതം മെച്ചപ്പെട്ടു വന്നത്. ഈ ജനജീവിതം കൂടുതൽ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. ആ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് നാം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ സർവകലാശാലകളുടെ മാറ്റം, നിലവാരം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിനനുസരിച്ച് മാറുകയാണ്, അതും ഒരു വസ്തുതയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സർവകലാശാലകള് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല പുരോഗതി നേടിയൊരു സംസ്ഥാനമാണെന്നാണല്ലോ നമ്മൾ പണ്ടേ പറഞ്ഞു വരാറ്. പക്ഷേ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തിയപ്പോൾ നമ്മുടെ സർവകലാശാലകളോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും ദേശീയ തലത്തിൽ വലിയ അംഗീകാരം നേടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തി. സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ തന്നെ വിളിച്ച് ചർച്ച ചെയ്തു. എന്താണിത്? ഇതെങ്ങനെയാണ് മാറ്റാൻ കഴിയുക? എങ്ങനെ നമുക്ക് ആദ്യത്തെ കുറച്ച് എണ്ണത്തിലെത്താൻ പറ്റും? 100ന്റെ ഉള്ളിലും ആദ്യത്തെ കുറച്ച് എണ്ണത്തിലും എങ്ങനെ എത്താൻ പറ്റും? ആ ചർച്ചയ്ക്ക് നല്ല ഫലമുണ്ടായി. നല്ല ഇടപെടൽ യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടായി, വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി, അവിടുത്തെ സിൻഡിക്കേറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പൊ എന്താ അവസ്ഥ? നമ്മുടെ സർവകലാശാലകള് നല്ല നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും മെച്ചപ്പെടണം. പക്ഷേ നേരത്തെ 100-ന് ഇപ്പുറത്ത് ആരെയും കാണാതിരുന്ന ഒരു സംസ്ഥാനം ഇപ്പോ രാജ്യത്തെ മികച്ച 15 സർവകലാശാലകൾ എടുത്താല് അതില് കേരളത്തില് 3 സ്ഥാപനങ്ങളുണ്ട്. ആ 15-ല്, ആദ്യത്തെ 15-ല് കേരള സർവകലാശാല 9ാം സ്ഥാനത്ത്, കൂസാറ്റ് 10ാം സ്ഥാനത്ത്, മഹാത്മാഗാന്ധി 11ാം സ്ഥാനത്ത്, കാലിക്കറ്റിന് സ്ഥാനമുണ്ട് 43ാം സ്ഥാനം. അപ്പോ ഇത് മാറ്റാണല്ലോ. ഇനിയും മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ റാങ്കുകൾ എടുത്താല് സംസ്ഥാനത്തെ 16 കോളേജുകൾ ആദ്യത്തെ 100-ൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ കോളേജുകളില് 300 കോളേജുകളില് 71 എണ്ണം കേരളത്തിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. ഇതിൽ 16 എണ്ണം സർക്കാർ കോളേജുകളുമാണ്. അപ്പോ നല്ല രീതിയിൽ നമ്മുടെ സർവകലാശാലകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഈ ഘട്ടത്തിലാണ് ഈ സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നതിന് അതിന്റെ ജനാധിപത്യപരമായ പ്രക്രിയ വളരെ പ്രധാനമാണ്. അക്കാദമിക് യോഗ്യതയുള്ളവർ തലപ്പത്തുണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പോ ഒരു ഭേദഗതിയെപ്പറ്റി UGC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അക്കാദമിക് യോഗ്യതയെ വേണ്ടെന്നാണ്. സർവകലാശാലയുടെ തലപ്പത്ത് ആർക്കും വന്നിരിക്കാത്തതാണ് പോലും വരാൻ പോകുന്ന ഭേദഗതി.
ഏത് ഫാക്ടറി ഉടമക്കും അവിടെ വന്നിരിക്കാമെന്നാണ്. ഫാക്ടറി ഉടമയ്ക്ക് ആർക്കും ആകാൻ പറ്റും. പക്ഷെ അക്കാദമിക് മികവുള്ളവരായിരിക്കണം സർവകലാശാലയുടെ അധിപനായിട്ടിരിക്കുന്നത്. അത് അക്കാദമിക് മേഖലയാണ്. അപ്പൊ ഇത്തരമൊരു വിദണ്ഡവാദം ഒരു തരത്തിലും ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലും അതിനെ എതിർക്കുന്ന നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചു പോകുക. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രത്യേകത വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുവാനുള്ള പ്രവർത്തനമായിരുന്നല്ലോ ഇതേവരെ ഗവർണറുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരുന്നത്. പുതിയ ഗവർണർ വന്നേയുള്ളൂ. പുതിയ ഗവർണറെ കുറിച്ചല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. നേരത്തെയുള്ള ഗവർണറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഗവർണർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. സംസാരിക്കുന്നവരെല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നതായിട്ട് കാണുന്നത്. കാരണം അത്രമാത്രം നാടിന് ചേരാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നത്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായി വന്നു ചേർന്നുവരുന്നു. രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ ഇവിടെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ഒന്ന്, നമ്മുടെ വികസനം അങ്ങനെ നടക്കണ്ട, അതിനുവേണ്ടി ധനപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുക. വിശദാംശങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മൾ. അതോടൊപ്പം വൈജ്ഞാനിക മേഖലയെ ശക്തിപ്പെടുത്താൻ നാം നടപടികൾ സ്വീകരിക്കുന്നു. അതിന് തടയിടുക. അതിനാണ് ഗവർണറെ ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇവിടെ. അപ്പോ ഒരു ഭാഗത്ത് സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമം, മറുഭാഗത്ത് വിജ്ഞാനപരമായ രംഗത്ത് ദുർബലപ്പെടുത്താനുള്ള നീക്കം. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുതിപ്പ് വികസന രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട്. ഇപ്പോ നാഷണൽ ഹൈവേ അതിന്റെ ഒരു ഉദാഹരണമാണ്. എന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ ബുദ്ധിമുട്ട് തൽക്കാലാണല്ലോ. ആ ബുദ്ധിമുട്ടിന്റെ ഘട്ടം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഒരു യാത്രയുടെ സുഖമെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ തന്നെ ചിലയിടത്ത് റോഡ് നല്ല സൗകര്യത്തോടെ തുറന്നു കിട്ടിയല്ലോ. അതിലൂടെ യാത്ര ചെയ്ത് പിന്നെ പണി നടക്കുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പൊ ആളുകള് അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പണി തീർന്നാൽ ഇപ്പുറം സഞ്ചരിച്ചു വന്ന റോഡിന്റെ അതേ രീതിയിലാണല്ലോ ഇതാവുക എന്നാണ് പ്രതീക്ഷ. നല്ല പ്രതീക്ഷയിലാണല്ലോ കേരളം ഇപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആ അവസ്ഥ വന്നത്? ദീർഘിച്ചു പോവും. അതുകൊണ്ട് ഞാൻ മറ്റു കൂടുതലേക്ക് പോകുന്നില്ല. 2016 അന്ന് അവസാനിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് തുറന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നു. ഇതാണ് നാം ചിന്തിക്കേണ്ടത്. LDF സർക്കാർ അധികാരത്തിലുണ്ടായതുകൊണ്ടാണല്ലോ മാറ്റം വന്നത്. ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇട്ടേച്ചു പോയ പദ്ധതിയാണ്. കാരണം ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ അത് പൂർത്തിയാകുകയും നമ്മുടെ ചില അടുക്കളകളിൽ ഗ്യാസ് എത്തുകയും ചെയ്തു. ചില ഫാക്ടറികളിലും എത്തി. സുഖമായി ഗ്യാസ് പൈപ്പിലൂടെ പോവുകയാണ് ഇപ്പോൾ. എടമൺ കൊച്ചി പവർ ഹൈവേ ഒരു കാരണമില്ലാതെയല്ലേ സ്തംഭിച്ചു പോയത്. ഒരിടത്തെത്തി, അവിടെയുള്ളവര് ഇനി ഇതിൽ എടുക്കാൻ പറ്റില്ല എന്ന്. അതിന്റെ മുന്നിൽ ഒരു ഗവൺമെന്റ് കീഴടങ്ങുകയാണ്. 2016 ഗവൺമെന്റ് വന്നപ്പോൾ മാറിയില്ലേ അത്? ഇപ്പൊ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയല്ലേ. നമ്മുടെ ഇത്തരത്തിലുള്ള പദ്ധതികൾ, ഇപ്പോ LPG ടെർമിനൽ, കേരളത്തിലേക്ക് ആവശ്യമുള്ള
മുഴുവൻ LPG ഇറക്കുമതി ചെയ്യാനുള്ളതാണ് ആ ടെർമിനൽ. ചില ആശങ്കയുടെ മേലെ അത് തടഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് LDF സർക്കാരുള്ളത് കൊണ്ടല്ലേ. വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ? ആ യാഥാർത്ഥ്യമാക്കിയതിൽ LDF ഗവൺമെന്റിന്റെ പങ്ക് വളരെ വലുതല്ലേ. കൊച്ചി മെട്രോ നല്ല രീതിയിൽ നടപ്പാക്കാനായില്ലേ? ഇപ്പൊ അതിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിന്റെ എല്ലാം പഴയ ചരിത്രം വിശദീകരിച്ചാൽ ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതിരിക്കുന്നത്. നമ്മുടെ കോവളം തൊട്ട് ബേക്കൽ വരെയുള്ള ജലപാത, അങ്ങേ ഭാഗത്ത് വടകര കഴിഞ്ഞാലുള്ള കുറച്ചു ഭാഗം ഭൂമി കട്ട് ചെയ്യേണ്ടതുണ്ട്, പുതിയ കനാൽ വരേണ്ടതുണ്ട്. ബാക്കി ഭാഗം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ചു മാസം കഴിയുമ്പോൾ ചേറ്റു വരെയുള്ള ഭാഗം പൂർത്തിയാകുമെന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ എത്ര വലിയ മാറ്റമായിരിക്കും അത് സൃഷ്ടിക്കുക. ടൂറിസ്റ്റുകൾ മാത്രമല്ല, അതിലൂടെ മറ്റ് ചരക്കുകളും കൊണ്ടുപോകാൻ പറ്റുമല്ലോ. കണ്ണൂർ വിമാനത്താവളം LDF സർക്കാർ വന്നപ്പോഴല്ലേ പൂർത്തിയാക്കിയത്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മുടെ അതിദാരിദ്ര്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതിദാരിദ്ര്യം 64,006 കുടുംബങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത്. നമ്മളത് തള്ളിക്കളിയല്ല ചെയ്തത്. 0.7% അന്ന്. പക്ഷേ LDFും LDF സർക്കാരും അത് ഗൗരവമായി കണ്ടു. അത് മോചിപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. 2 വർഷം കഴിഞ്ഞു. 2025 ഈ വർഷം നവംബർ 1 നമ്മുടെ കേരളം ഒരു അതിദരിദ്ര കുടുംബവും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ഇതാണ് LDF അല്ലെങ്കിൽ സാധിക്കുമോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ഇപ്പോഴും അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ നൽകുന്നതിനുള്ള ധാരാളം നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത്. അതിൽ ഫലപ്രദമായ ഇടപെടൽ PSC നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ നിയമനം നടത്തുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. PSC നിയമനങ്ങളുടെ രാജ്യത്താകെയുള്ള നിലയെടുത്താൽ 40% നമ്മുടെ കേരളത്തിലെ നിയമനങ്ങളാണ് എന്ന് കാണാൻ പറ്റും. ഇവിടെ സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്നതിന്റെ ഭാഗമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷം കാഴ്ചവെക്കുകയാണ്. അത് UDF കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ടൊരു നിലപാട് നേരത്തെ സ്വീകരിക്കുന്നത് നാം കണ്ടു. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത നിലയാണ് അവരുടെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല, 4 സീറ്റിന് കുറച്ച് വോട്ടിന് എന്തും ചെയ്യാം എന്ന നിലപാടിലേക്ക് അധപ്പതിക്കുന്ന നിലയും നമുക്ക് കാണാൻ കഴിയും. സംഘപരിവാറുമായ ഒരു തുറന്ന സന്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, വോട്ട് കുറച്ച് വേണം, കുറച്ച് സീറ്റും വേണം. തങ്ങളാൽ മാത്രം ഇപ്പോൾ ഇത് LDFന് നേരിടാനാകില്ല. അപ്പോ നിങ്ങളെ സഹായവും കൂടി വേണം. അതിന് സംഘപരിവാറിനെ സമീപിക്കുന്ന നിലയെടുക്കുന്നു. ഇവിടെ സംഘപരിവാറിന്റെ വോട്ടിനെ ആശ്രയിക്കുന്ന നില നേരത്തെ മുതൽ കോൺഗ്രസ് സ്വീകരിച്ചു വന്നിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന കാര്യമല്ല. പഴയ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആളുടെ ഓർമ്മയിൽ ഇല്ലാതിരിക്കുന്നത്, 1960 59 EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം 60 തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ 60 പട്ടാമ്പിയിലായിരുന്നു EMS മത്സരിച്ചത്. ആ പട്ടാമ്പിയിൽ EMSനെതിരായി മത്സരിക്കാൻ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷെ ദീനദയാൽ ഉപാധ്യായ അവിടെ വന്ന്
EMS പരാജയപ്പെടുത്തണം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങണം എന്നാവശ്യപ്പെട്ടു. മറ്റേ സ്ഥാനാർത്ഥി പിൻവാങ്ങി. രണ്ടു കൂട്ടരും തമ്മിൽ യോജിച്ചു. EMS ജയിച്ചു വന്നു. 1971 പാലക്കാട് പാർലമെന്റിലേക്ക് AKG മത്സരിക്കുന്നു. അവിടെ ഇവർക്കെല്ലാം കൂടി സംയുക്ത സ്ഥാനാർത്ഥി AKGയെ പരാജയപ്പെടുത്താൻ. അവിടെയും AKG ജയിച്ചു വന്നു. 1991 സംഘപരിവാർ സ്ഥാനാർത്ഥികളെ പാർലമെന്റ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളായി. നേരത്തെയുള്ളതിൽ നിന്നൊരു മാറ്റം. അങ്ങനെയാണ് വടകര ബേപ്പൂര് കോലീബി സഖ്യം ഉണ്ടായത്. അതും ജനങ്ങൾ അറിഞ്ഞു, പരാജയപ്പെടുത്തി. 2016 നേമത്ത് ജനങ്ങൾ അറിഞ്ഞില്ല. BJP സ്ഥാനാർത്ഥി ജയിച്ച അസംബ്ലിയിൽ വന്നു. വലിയ ആഹ്ലാദം അവർ. എങ്ങനെയായിരുന്നു അത്? അവിടെയുള്ള കോൺഗ്രസ് വോട്ട് കാണാനില്ല. അടുത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരണമായിരുന്നു. അതിന് ഇപ്പോ തൃശ്ശൂരില് നേമത്തിന്റെ കാര്യം, ഒരു കാര്യം ഓർക്കണം കേട്ടോ. 2021 ആ നേമത്ത് വെച്ച് നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞാണ് ഈ അക്കൗണ്ട് ഇവിടെ പൂട്ടിക്കുന്നു. അത് പൂട്ടിച്ചാണ് സഖാവ് ശിവൻകുട്ടി അസംബ്ലിയിൽ വന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പില്, ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശ്ശൂരില് BJP സ്ഥാനാർത്ഥി ജയിച്ചു. വലിയ ആഹ്ലാദം BJPക്ക്, സ്വാഭാവികം. എങ്ങനെയാ ജയിച്ചത്? കോൺഗ്രസിന്റെ 86,000 വോട്ട് കാണാനില്ല. അപ്പോൾ കോൺഗ്രസിന്റെ 86,000 വോട്ട് കുറഞ്ഞു. അപ്പോ BJP 75,000 വോട്ടിന് ജയിച്ചു. ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ 16,000-ൽ പരം വോട്ട് LDFന് അവിടെ വർദ്ധിച്ചു. ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായപ്പോ പലവിധ ഡീലുകളുടെ വർത്തമാനം നമ്മൾ കേട്ടല്ലോ. ഇപ്പൊ സംഘപരിവാറും UDFും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ നേരിടാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം ലീഗുണ്ട്. ലീഗ് കൂടി ചേർന്നുകൊണ്ടാണ്. ഇപ്പോ ലീഗ് ആരെയും കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂടെ കൂട്ടാനുള്ള നീക്കം. മുസ്ലിം മതരാഷ്ട്രവാദികളാണ് ഈ പറഞ്ഞവർ. അതിനെതിരെ നിലപാട് സ്വീകരിക്കാത്തത് അവരുടെ വോട്ട് കൂടി വേണ്ടതുകൊണ്ടാണ്. ഇപ്പൊ അവരുമായി തുറന്ന സഖ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്. അതെവിടം വരെ എത്തുന്നു? ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ സഖ്യത്തിലാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ മുസ്ലിം ബഹുജനങ്ങളിലെ സുന്നി വിഭാഗം ഒരു കാലത്തും അംഗീകരിക്കാതിരുന്ന തികഞ്ഞ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് അവർ. അംഗീകരിക്കാതിരുന്ന ഈ വിഭാഗത്തെയാണ് ഇപ്പോ കൂടെ കൂട്ടാൻ തയ്യാറായിട്ടുള്ളത്. നല്ല സഖ്യം തുറന്നു വരുമെന്നാണ്.
എവിടെ എത്തും? അത് കോൺഗ്രസിന്റെ അനുഭവം ആലോചിച്ചാൽ മതി. ഇപ്പൊ BJP ശക്തിപ്പെട്ടു വന്ന സ്ഥലങ്ങള് കേരളത്തിന് പുറത്തെടുത്താല് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങള് കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളാണല്ലോ BJP കൈക്കലാക്കിയത്. എന്തുകൊണ്ടാണത്? വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കാത്തതുകൊണ്ട്. അത് ഭൂരിപക്ഷ വർഗീയത. ലീഗ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നില്ലെങ്കിൽ ആത്മഹത്യാപരമായ സമീപനമാകുമെന്ന് കണ്ടോളണം. കോൺഗ്രസിന്റെ അതേ അനുഭവം ലീഗിനും വരാൻ പോവുകയാണ്. അപ്പോൾ ലീഗിന്റെ നിലപാട് എത്രത്തോളം പുറകോട്ട് പോകുന്നു എന്നാണ്. 4 സീറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുക. മറ്റൊരു നിലപാടിലേക്കും കാര്യങ്ങൾ എത്തിക്കാനാണ് നോക്കുന്നത്. ഇവർക്ക് നല്ല നിലക്ക് തുടർന്ന് പിന്തുണ നൽകുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക. കാരണം അവരുടെ ചിലരും ജയിച്ചവിടെ എത്തുക, അതിന് പറ്റുന്ന നിലപാടുകൾ സ്വീകരിക്കുക. അതാണ് നേരത്തെ കോലീബി സഖ്യത്തില് സംഘപരിവാറിനോട് സ്വീകരിച്ച നിലപാട്. വടകരയിലും ബേപ്പൂരും അന്നത്തെ സംഘപരിവാറിന് അംഗീകരിക്കാൻ പറ്റുന്നവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയായിരുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ BJPക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പറ്റിയ സ്ഥാനാർത്ഥികളെ UDF സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയെന്ന് വരും. ആ നിലക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഉതകുന്നതല്ല. കേരളത്തിലെ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കലാണ് ഇതിന്റെ ഫലം എന്നത് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു കാര്യമുണ്ട്. പാലക്കാട് ഞങ്ങള് 3-ാം സ്ഥാനത്ത് പോയതാണല്ലോ. 2016 3-ാം സ്ഥാനത്തായിരുന്നു. പാലക്കാട് UDF ജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയം എന്നുള്ളത് മണ്ഡലമല്ലല്ലോ. പക്ഷെ എന്താ സംഭവിച്ചത്? പാലക്കാട് ജയം ആരാണ് ആദ്യം ആഘോഷിച്ചത്? SDP. SDP-യുടെ വിജയമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പാലക്കാട്ടെ വിജയം അവരാഘോഷിച്ചത്. എങ്ങനെ സംഭവിക്കുന്നു എന്നത് ഗൗരവമായി പരിശോധിക്കണം. ഇവിടെ എല്ലാ വർഗീയ ശക്തികളുമായും പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കി LDF-നെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ LDF, CPIM ഇതുപോലുള്ള ഒരു കച്ചവടത്തിനുമില്ല. ഏതാനും വോട്ടിനോ 4 സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ CPIM ഇല്ല. ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇനിയും അതേ നില തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. നമുക്ക് ആശ്രയിക്കാനുള്ളത് ജനങ്ങളെയാണ്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആ മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ബഹുജനങ്ങളെ കൂടുതൽ ഇത്തരം തെറ്റായ നീക്കങ്ങൾക്കെതിരെ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളുടെ ഫലമായി വലിയ തോതിൽ ജീവിതം ദുസ്സഹമാകുന്ന ജനവിഭാഗങ്ങളുണ്ട്. അത്തരം നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടും വരും. അതിനെല്ലാം ഉതകുന്ന ചർച്ചകളും തീരുമാനങ്ങളും ഈ സമ്മേളനത്തിൽ ഉണ്ടാകണം. കൂടുതൽ മികവാർന്ന രീതിയിൽ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്നതിന് ഈ സമ്മേളനം വഴികാട്ടട്ടെ എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.